ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? മറ്റോ കുടിയിലെത്തിക്കണു കേട്ടോ. ഇവിടെ മനുഷ്യൻ മുടി വെട്ടാൻ പോയാലടക്കം ഇത്ര വേഗം ഇത് കട്ട് ചെയ്ത് കിട്ടലില്ല. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ നാട്ടുകാരാണ് വെറുതെ പിടിച്ച് കട്ട് ചെയ്തത്, അല്ലാതെ അവിടെ ഒന്നും പോയിട്ടില്ല. അതൊക്കെ അതേമാതിരി ഇരിക്കുന്നുണ്ട്. നമ്മളിത് കട്ട് ചെയ്തിക്കാന്നും വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. സംഭവം ഓപ്പം എന്താ ചെയ്തിക്കണ വെച്ചിട്ടാ വെച്ച് പിടിപ്പിച്ചാ ചെയ്തിക്കണത്. എന്നിട്ട് ഓൻ പറയണത് ഞാനിപ്പോ ഫുള്ള് പെണ്ണായിക്കണു കേട്ടോ. ഇതിപ്പോ എന്താ അറിയില്ല, ഓന്റെ നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാലോ ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തൊക്കെ വെച്ചിട്ടോ അങ്ങനെ നടന്ന് പോണേക്കണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും ഇത് കട്ട് ചെയ്തിക്കുക എന്നാ വിചാരിച്ചിക്കണേ. സംഭവം കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഈ ചെങ്ങായി എന്നെങ്കിലും ഒരിക്കലും സത്യം പറഞ്ഞു കുണിച്ചെങ്കിലുള്ള ഇപ്പൊ നമുക്കിത് കട്ടിങ് ആണോ ഷേവിങ് ആണോ ഒന്നും ഒരു പിടുത്തമല്ലാതെ നിക്കണത്. പലരും എനിക്ക് മെസ്സേജ് വിട്ട ഞാനാ ഒന്നും എൻ്റെ കട്ട് ചെയ്യണത്. എന്തായി കട്ട് ചെയ്തിക്കണോ ഇൻബോക്സ് മുഴുവൻ കട്ട് ചെയ്തിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ചങ്ങായിമാരെ, ഞാനല്ല കട്ട് ചെയ്യുന്നത്, ഡോക്ടറെ കട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ഓൻ തന്നെ പറഞ്ഞതാ. ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു നോക്കി, പിന്നെ ഇങ്ങനെ ഒരു സർജന്റെ കാര്യം. പക്ഷെ ഓല് ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. ഞാൻ പറഞ്ഞു ആ ഓലിക്ക് മനസ്സിലായി ഞാൻ ജാസിയുടെ കാര്യമാണ് ചോദിക്കണെന്നുള്ളത്. ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടോ, ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണണം എന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് ഞാൻ കണ്ടോളാം, ആദ്യം നിങ്ങളേക്ക് ഈ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അല്ല, ഡോക്ടർ കണ്ടിട്ടേ ഡോക്ടറെ പറയാൻ പറ്റും. ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ സംഭവം ഇവർക്ക് പിടുത്തം കിട്ടിയിരിക്കണു. ഇത് വിളിക്കണത് പിന്നെ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഗൂഗിളിൽ കയറി ആർക്കും വേണമെന്നുണ്ടെങ്കിലും ഇവരുടെ നമ്പർ കിട്ടും, എൻക്വയറി നടത്താം. പക്ഷെ ഒരു വ്യക്തത അതിന് തരുന്നില്ല. ഇവൻ ഈ കട്ടിലുമ്പോ അങ്ങനെ മലന്ന് കടന്നിട്ട് ഇപ്പൊ ഞാൻ പെണ്ണായിട്ടോ എന്നൊക്കെ പറയുന്ന കേട്ടപ്പോ ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാം വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് അതിന്റെ ബാക്കി തുണ്ടും പോയിക്കണു എന്നുള്ളത്. ഒരു തുണ്ടും പോയിട്ടില്ല. ഓലിക്കൊരു കണ്ടന്റും കൂടി അത്രേ ആയിട്ടുള്ളൂ. അല്ലാതെ ഓനെ അമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞേക്കണിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഓനൊന്നും അത് കട്ട് ചെയ്യൂല. ഓന് ഒരിക്കലും അത് കട്ട് ചെയ്യൂല. കാരണം അതും കൂടിയും കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഓനിക്കറിയാം ഇതിങ്ങനെ ചോർച്ചയേക്കാരെന്നുള്ളത്. കാരണം ഇതിന്റെ മുമ്പ് വേറെ എവിടെ പിള്ള കാസർഗോഡോ എവിടെയെല്ലാം ഒരു ചങ്ങായി ഇതേമാതിരി കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്യാൻ ഓനാണ് പോയി കട്ട് ചെയ്തു. എന്നിട്ട് ഓൻ പിന്നെ അത് അടക്കാൻ നടക്കായിരുന്നു. കാരണം പെണ്ണാകാൻ വേണ്ടിയിട്ടേ മണ്ടി പോയിട്ടാണ് കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഓണ്ട് പഠിത്ത ആത്മഹത്യ ചെയ്തു ആള് ആത്മഹത്യ ചെയ്തു പറഞ്ഞാൽ ഇതന്നെ കാരണം. കട്ട് ചെയ്യാൻ മണ്ടി പോയാണ് കട്ട് ചെയ്തു. എന്നിട്ടുണ്ട് പിന്നെ അലാക്ക് സോഷ്യൽ മീഡിയ കൂടെ കടന്ന് കരച്ചിലും പറച്ചിലും. എന്താ വെച്ചാ ഇതാകെ ചോർച്ചയാണ്. ഈ മഴ പെയ്യുമ്പോൾ ഓടിന്റെ ഉള്ളിൽ കൂടെ വെള്ളം പുകണമാതിരി ഇത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? അത് ഇവൻ തന്നെ ആ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. ഞാൻ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെ കുറിച്ച് പഠിക്കണം, എന്നാലും ഞാൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ചെയ്തോല് മുഴുവൻ മൂഞ്ചിക്കണു. നമ്മുടെ സൃഷ്ടാവ് തരുന്ന മാതിരി ഇതിന്റെ കറക്റ്റ് സ്ഥാനത്ത് ഫിറ്റ് ചെയ്യാനൊന്നും ഒരു ഡോക്ടറെ കൊണ്ടും നടക്കൂല. ഇനി അഥവാ ബലൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചേ തുന്നി ചേർക്കേ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയമി പെര വാർത്ത മാതിരിയാക്കാരം, ആകെ ചോർന്നൊളിച്ചും കൊണ്ടാക്കാരം. പിന്നെ ഇതേനും കാണുന്നിടത്ത് കൂടെ ഒക്കെ സിമെന്റ് ഇട്ടിട്ട് ഓട്ടടക്കാൻ നിൽക്കണ്ടേ? അപ്പൊ അയക്കാറ് നല്ലത് റിസ്ക് എടുക്കണ്ടെന്നുള്ളത് ആദ്യം തീരുമാനിച്ച ഒരു മഹാനാണ് ജാസി. എന്നിട്ട് പോനിപ്പോ ഇപ്പോഴത്തെ ഓന്റെ ഒരു എന്താ പറയാ, ഈ ഏറിപ്പോയതില്ലേ ഇത്രയും പ്രശ്നങ്ങളിൽ നടക്കണേ, അതിനൊരു മറയാക്കിയിട്ട് ഓൻ എന്താ ചെയ്തിക്കണ അറിയോ? നേരെ പോയിട്ട് പിന്നെ അവിടെ കടന്നിട്ട് മലന്നാൾ കടന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടോ, അങ്ങനെ അത് കഴിഞ്ഞു, നിങ്ങക്ക് സമാധാനമായില്ലേ? നമ്മളത് ഏറ്റിയും കൊണ്ട് കിടക്കണോളൂ. ഓൻ്റെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ഭയങ്കര സമാധാനമല്ലേ അല്ലേ? ഓൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 4 ദിവസമെങ്കിൽ 4 ദിവസം കണ്ണ് പൊടിയിടണം, പിന്നെ ഈ ഒരു സംസാരം ഒന്ന് മാറ്റണം എന്നുള്ളതേ ഓൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് നമ്മളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊരു വ്യക്തത അല്ലാതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. സംഭവം എവിടെയും മുറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിമ കൂടെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ എന്റെ ശരീരത്തില് പെണ്ണുങ്ങളെ മാതിരി വരുമൊന്നുമില്ലല്ലോ. എന്നിട്ട് തന്നെ കുമ്പിടാനൊക്കെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എന്താ പൊത്തല്. ഇങ്ങനെയൊക്കെ പൊത്തിയിട്ട് ഓൻ കുമ്പിടണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതാണ് ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്തിട്ടോ അവിടെ ഫിറ്റ് ചെയ്യാൻ നിൽക്കണേ. എന്തിന്? കുമ്പിടുമ്പോ പൊത്താനേ. ഈ ചങ്ങായിക്ക് ഈ കായു എത്ര പാവങ്ങളുണ്ട്. ഇനി ഒന്നും വേണ്ട, ഞാനും വച്ച് തന്നൂടെ. എന്നാ ഞാൻ ഇത് പറച്ചിലേലും നിർത്തിയിരുന്നു. ഇത് പണ്ടാരോ പറഞ്ഞ മാതിരി വെറുതെ ഒരു സാധനം വാങ്ങി അവിടെ ഫിറ്റ് ചെയ്യുക, എന്നിട്ടോ ഇത് നാട്ടുകാർ കാണുമോ? ഇല്ല. ഈ ചങ്ങായിക്ക് ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നാൽ മതി. ഇപ്പൊ ചിഞ്ഞണ പരിപാടി, തരികട പരിപാടി, എന്നിട്ട് ഇപ്പം ലക്ഷങ്ങൾ മുടക്കിയിട്ടാത്ര ഇപ്പൊ അവിടെ കുറെ ജെല്ലൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യുന്നത്. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ ഈ ചങ്ങായിയുടെ തൊലിക്കെട്ടി. എന്തൊക്കെയായിരുന്നു സെന്റിമെന്റ്, ഏതായിരുന്നു ഇപ്പൊ BGM ഓനെ പറയുമ്പോ? എന്തായിരുന്നു പറഞ്ഞ
ഞാനിപ്പോ പരിപൂർണമായി പെണ്ണായി എന്നൊക്കെ പറയുമ്പോഴേ ഒരു BGM ഇങ്ങനെ വരാന്. എൻ്റെ അമ്മേ, ഞാൻ തന്നെ കരഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഇത് മനസ്സിലായത്, ഇത് കട്ട് ചെയ്തിക്കല്ല തുന്നിച്ചേർത്തിക്കാണെന്നുള്ളത്. എന്തായാലും നാട്ടുകാരെ മൂഞ്ചിച്ചാ മോനെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. ഈ ചങ്ങായി ഇതിനെ കോഴ്സ് എടുത്ത് കൊടുക്കണ ചെങ്ങി ഞാനൊരു അഡ്മിഷൻ എന്തായാലും ഞാൻ ചേരും. കാരണം എന്താ അറിയോ, ഇതിനൊക്കെ വല്ലാത്തൊരു കൈവന്നെ. ഇവന്റെ വീഡിയോ വന്നപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിരുന്നു, അയ്യോ കഴിഞ്ഞു, ആ മണിനാഥം കഴിഞ്ഞു, ഇനി ആ മണിനാഥത്തിന്റെ സൗണ്ട് ഉണ്ടാവൂല, ഇനി ആ മണിനാഥത്തിനെ കുറിച്ചിട്ട് സംസാരം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് അലാക്കി ഇമോജിയൊക്കെ വെച്ചിട്ടായിരുന്നു പലരെയും പോസ്റ്റ്. എന്ത് മണിനാഥം നിങ്ങൾക്ക് കേൾക്കണോ? ഒന്നും കഴിഞ്ഞിട്ടില്ല. മണികണ്ഠ അവിടെ തന്നെ ഉണ്ട്. ഓൻ അതുകൊണ്ട് തന്നെ നടക്കുഞ്ഞി. ഓന് ഇതിപ്പോ ആരും പൊന്തിച്ചു നോക്കൊന്നുമില്ലല്ലോ. അത് ഓനിക്കും അറിയാം. എങ്ങനെ ഇതിപ്പോ ആരെങ്കിലും ഇത് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കുവോ? ആശി പറയാണ് ഇല്ല അത് അവിടെ അല്ലാന്ന്, ജാസിയും പറയണേ ഇത് അവിടെ അല്ലാന്ന്. വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇതാകെ ഓന് മനുഷ്യന്മാർക്ക് ആർക്കും കാണിച്ചു കൊടുക്കൂല, ഓനിക്ക് മാത്രമേ ഇത്രേ കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ പിന്നെ ഓൻ പറയുന്നതിന് വിശ്വസിക്കുക. അതിനാ ഓന് രാത്രി 12 മണിക്ക് പോയി അവിടെ കടക്കലെ, വീഡിയോ എടുക്കലെ, ഷൂട്ടിങ്, നേരം വെളുത്തിട്ട് മറ്റേ ആ പോട്ടോഷ ടയറുമാതിരി 2 കാലും 2 ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോന്നിട്ട് ഒരു BGM ഇട്ടിട്ട് ഒരു വീഡിയോ ആണ് ചെയ്തു. എന്നിട്ട് അങ്ങനെയാണ് വന്നു. അല്ലെങ്കിൽ ആരെങ്ങൾക്ക് തന്നെ ചിന്തിച്ചൂടെ, അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയറും ഒരു കണക്ഷനൊക്കെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇതിൽ കൂടെ പാസ് ചെയ്യണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ. ഇതാ വയറൊന്നുമില്ല. അപ്പൊ എന്താണ് സംഗതി? അതൊന്നുമില്ലേ. ഓൻ ഇവിടെ എവിടെ ഒരു ഗ്ലൂക്കോസിന്റെ മറ്റേ ഇതിന്റെ എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണു. അതിമായിട്ട് കണക്ഷനും ഇല്ല, കുപ്പിയില്ല, ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഫെയർ ലവ്ലിയും ഫേസ് വാഷും. എന്നിട്ട് എന്താ ഏതാന്നും കൂടി അറിയാതെ ഏഷ്യാനെറ്റ് വരെ ഇട്ടിക്കണു. ഏഷ്യാനെറ്റിനൊന്നും ഒരു വാർത്തയില്ല കൊണ്ടുണ്ട്. ഇവന്റേത് ഇപ്പൊ മുറിച്ചോ നാളെ മുറിച്ചോ നോക്കി നടക്കുന്നു. ഓണ്ടോ മുറിച്ചു, ഓലക്ക മുറിച്ചു. ഞാനതല്ല ആലോചിക്കണത്. ആ ആശില്ലേ ബംഗാളി, ഓന്റെ കാര്യം ഞാൻ ആലോചിക്കണത്. വേറൊന്നും കൊണ്ടല്ല. നാട്ടില് ഒറിജിനൽ സാധനം കിട്ടണ അതേ വില കൊടുത്തിട്ട് ഈ ചങ്ങായി എന്തിനാ ഈ ചൈനയുടെ പ്രൊഡക്റ്റ് വാങ്ങും? എനിക്കൊരു പിടുത്തമല്ല. ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇവനെ പെണ്ണാക്കിയിട്ട് ആശിക്ക് കാണണം. എന്നാ ഈ ചങ്ങായിക്ക് ഒരു പെണ്ണിനോട് കെട്ടിയാ പോരെ? ഇതൊക്കെ ആ പെണ്ണിന്റെ അടുത്ത് ഉണ്ടാകുന്ന സാധനമല്ലേ. ഇത് ദുബായിൽ കൊണിഞ്ഞും കൊണ്ട് നടക്കുന്ന ഒരു ചങ്ങായിനെയും പിടിച്ചിട്ട് ഇവൻ കാട്ടിയിരിക്കുകയാണ്. എന്ത് ഓരോന്നും ഓന്റെ മേത്ത് കൊണ്ടുപോയി ഒട്ടിക്കുക, ഓരോന്ന് അവിടെ മുളപ്പിച്ചാല വജ്ജ് നോക്കുക. ഇന്ന് ഈ സാധനം ഒറിജിനൽ കിട്ടാണ്ട് അതെനിക്ക് വേണ്ട. ഇത് എന്ത് ജന്മാണ്? ആശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആശിയുടെ കണ്ണ് ഓന്റെ പൈസമ്മയാണ്, മനസ്സിലായോ? ഓന്റെ പൈസമ്മയും റീച്ചുമ്മയാണ് ആശിയുടെ കണ്ണ്. അല്ലാതെ കട്ട് ചെയ്തോ തുന്നിപ്പൊടിപ്പിച്ചോ അതൊന്നും അറിയണ്ട. ഓനിക്ക് ഇനിയിപ്പോ ഓന്റെ പെരീക്ക് പോകാൻ വെച്ച, പണിക്കും തൊഴിലിനും പോകാം, അത്രയും വെച്ച. അപ്പൊ പിന്നെ ഇനിയിപ്പോ മുറിച്ചാണെങ്കിൽ മുറിച്ച, വെക്കുകയാണെങ്കിൽ വെക്കുക. ഞാൻ അതിന്റെ ഫുൾ സപ്പോർട്ട് അളിയാ എന്നും പറഞ്ഞിട്ട് ഓനും ഉണ്ട് എന്റെ പിന്നാലെ. അല്ലാത്ത ജന്മങ്ങൾ തന്നെയുണ്ട്. എന്നാലും നോക്കാം, ഇക്കണ്ട ജനങ്ങളെയൊക്കെ ഓൻ തെറ്റിദ്ധരിപ്പിച്ചില്ലേ. ഇത് ഞാൻ മുറിച്ചിക്കണു കളഞ്ഞിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ മുറിച്ചിട്ടുമില്ല, ഓൻ കളഞ്ഞിട്ടുമില്ല. ഞമ്മള് വെറുതെ സ്വയം ഓരോന്ന് ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തിക്കാണ്. സംഭവം വേറെ ഒന്നും അല്ല. ഓൻ ആ ചിരട്ടല്ലേ, ആ ചിരട്ട അവിടെ ഒട്ടിച്ചേണ്ട പരിപാടിയാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാ എന്താ അറിയോ, ഓനിക്ക് ധൈര്യമായിട്ട് കളിക്കാലോ. മറ്റേതുകൊണ്ട് പൊന്നസഖ്യൊക്കെ കളിച്ചുന്ന സമയത്ത് ഇതെങ്ങാനും കീപ്പട്ട് കൂടെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോ അതെങ്ങനെയൊക്കെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഇട്ട് ഒട്ടിച്ചേണ്ട പരിപാടിക്കാണ് മൂപ്പരാൾ അങ്ങോട്ട് പെയ്ക്കണത്. എന്നിട്ട് ഉമ്മ എടുക്കുക, മറ്റേ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുമ്പോ കെട്ടിപ്പൊടിച്ച കരയാ. അതിന്റെ വാപ്പേ എന്തൊക്കെ കാണണല്ലേ. കാണില്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? എന്തായാലും ഇത് നിങ്ങൾ നമ്പണ്ട. ഇതിന്റെ ഏറെക്കുറെ 90% ഞാൻ അറിഞ്ഞിടത്തോളം ഇത് മുറിച്ചിക്കല്ല വെച്ചിക്ക. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇനി ഓൻ തന്നെ. ഇപ്പൊ എന്തായി, ഓന്റെ ആദ്യത്തെ ആ ന്യൂസൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പായില്ലേ. ഓനിക്ക് കക്കാനും അറിയാം നിക്കാനും അറിയാം. ഓൻ അങ്ങോട്ട് നടക്കട്ടെ അങ്ങോട്ട്. അത് വെട്ടൊന്നും വിചാരിച്ചിട്ട് നിങ്ങള് അതിന് പാല് കാച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല മക്കളെ. അതങ്ങനെ ഇങ്ങനെ ഒന്നും വെട്ടൂല. ചെന്തെങ്കിന്റെ കൊലെ അത് ആടിക്കളിച്ചെന്നെ ചിരിച്ചു. ശരി, ഞാൻ പോവുക, ഞാൻ വരാം. ഇപ്പൊ സമയമല്ല.